Hello guys, para hello guys. Hello guys, para. Hello guys. Hello guys. Hi. 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 Oh, shinu. Oh, കുറച്ച് ഞാൻ കൊണ്ടിരിക്കണം എൻ്റെ ഫോട്ടോ എടുക്കണമെന്നാണ് മനസ്സിലായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കൊച്ചിയിലെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഞാൻ കൊച്ചിയിൽ പോയതാണ്, അനിയത്തിയുടെ വീട്ടിൽ ഞാനും പൊന്നൂസും കൂടെ പോയതാണ്. അന്ന് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഫോണിങ്ങനെ നോക്കിയപ്പോൾ തന്നെ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് കുറച്ച് വീഡിയോസ് അങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇതങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുമില്ല, അങ്ങനെ ഇട്ടിട്ടുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന്. അപ്പോൾ കൊച്ചിയിലാണ് അനിയത്തി താമസിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, അനിയത്തി ഫാമിലിയും കൊച്ചിയിലാണ്. അപ്പോൾ ഇപ്പോൾ അമ്മയും കൂടെ ഉണ്ട് അവരുടെ കൂടെ. അപ്പോൾ എന്തായാലും ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ദിവസം എന്തായാലും വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനത്തെ രാവിലെ ഉറക്കം എണീറ്റു. അമ്മ കാപ്പി പുട്ടും കടലക്കറിയാണ്. ഈ കടലക്കറി അമ്മ വയ്ക്കുന്ന കടലക്കറി എന്ന് പറയുമ്പോൾ ഞാനത് എങ്ങനെയൊക്കെ അവർ വയ്ക്കുന്നത് പോലെ വെച്ചാലും സത്യം പറഞ്ഞാൽ അതുപോലെ എനിക്ക് ഒട്ടും അങ്ങനെ വെക്കാറില്ല. കറുത്ത കടല എനിക്ക് ആക്ച്വലി കറുത്ത കടല എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ അമ്മ വയ്ക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അരിപ്പുട്ടും കടലക്കറിയും ചായയായിരുന്നു രാവിലെ കാപ്പിക്ക്. പിന്നെ അനിയൻ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു, എല്ലാവരും നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ചിക്കൻ എനിക്ക് ആര് വയ്ക്കുന്ന ചിക്കനേക്കാളും ഞാൻ വയ്ക്കുന്ന ചിക്കൻ കറിയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ വലിയ കറികളൊന്നും വേണ്ടല്ലോ, ചിക്കനും ചോറും പിന്നെന്താ സലാഡും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അടുക്കളയിലോട്ട് കയറിയതാണേ. അങ്ങനെ അടുക്കളയിൽ ഞാനും അമ്മയും കൂടെ, അമ്മ ഹെൽപ്പ് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുക്കറിലാണ്, ഇവിടെയായാലും എൻ്റെ അവിടെയായാലും കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ ജോലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വെച്ചതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ്റെ അടുപ്പിൽ കിടന്ന് നന്നായിട്ട് വേകുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. പിന്നെ ചോറ് വാർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാർ ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ സലാഡും കൂടെ മതി. അപ്പോൾ അങ്ങനെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചത്തേക്കുള്ളത് ഉച്ചത്തേക്കുള്ളത് അങ്ങോട്ട് സെറ്റായി. അടുക്കള അപ്പം തന്നെ ക്ലീൻ ചെയ്യണമല്ലോ, അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുളി അത് പാസ്സാക്കണം, കാരണം ചിക്കനും ഒക്കെ വെച്ച് വേർത്ത് ആകെപ്പാടെ നാറ്റ കേസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ചിക്കനും ചോറൊക്കെ കൂട്ടി നമുക്ക് ഭക്ഷിക്കാം. അങ്ങനെ ചോറെടുത്തു, ചിക്കൻ എടുത്തു, സാലഡ് എടുത്തു. അങ്ങനെ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട്
നേരെ ഹാളിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ അമ്മ പൊന്നൂസിനെയും കൊണ്ട് ഇതേ കണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ. എല്ലാവരും ഉറക്കമാണ്, സിദ്ധു ഉറക്കമാണ്, അനിയത്തി ഉറക്കമാണ്, എല്ലാവരും ഉറക്കമാണ്. അമ്മ പൊന്നൂനെയും കൊണ്ട് പൊന്നുവാണ് നേരെ വിളിച്ചിട്ട് പോയത്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്, അവിടെ പോയി സിപ്പപ്പ് നമുക്കൊരു നൊസ്റ്റു ഫീലല്ലേ. പക്ഷേ എനിക്ക് ഈ സിപ്പപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പണ്ട് നമ്മൾ ഇതിനൊക്കെ കുടിക്കുന്ന സിപ്പപ്പ് ഉണ്ടല്ലോ, മറ്റേ ഐസ് പോലത്തെ, അതാണ് എനിക്കിഷ്ടം. ഇത് പിന്നെ മിൽക്കിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമല്ല. ഒന്നത് പാലിഷ്ടമല്ല, ഭയങ്കരമായിട്ട് പാലിൻ്റെ പച്ച ഇങ്ങനെ വരും. എന്നാലും കുടിക്കാതെ ഇരുന്നില്ല കേട്ടോ, കുടിച്ച്. അങ്ങനെ മിഠായി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പകുതി പൊന്നു കഴിച്ചിട്ട് ബാക്കി പകുതിയാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിനെ ഞാൻ കഴിച്ചു. പിന്നെ ഒരു സിപ്പപ്പൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പൊന്നും എന്താ കുടിക്കുകയാണേ. അപ്പോൾ അവൾക്ക് അമ്മ കുഞ്ഞാന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് അവരോടൊക്കെ. അപ്പോൾ കൊച്ചിയിൽ വരാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്കാണ് കേട്ടോ ഞാനും പൊന്നും ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നത്, ചേട്ടൻ ഇല്ലാതെ. അപ്പോൾ എൻ്റെ സിദ്ധുട്ട നല്ല ഉറക്കമാണേ. ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ എനിക്കിങ്ങനെ പോയി കടിക്കാനൊക്കെ തോന്നും. ഒന്നാമത്തെ കാര്യം, നമുക്ക് കുറേ നാൾ കാത്തിരുന്നിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആൺകുട്ടികൾ വളരെ കുറവാണ്. ഞാനും അനിയത്തിയും പിന്നെ പൊന്നു പിന്നെ കിട്ടിയതല്ലേ അവനെ. അപ്പം നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് അവൻ്റെ അടുത്ത്. എന്തോ നമുക്കൊരു ലെക്ക് എന്നുള്ള ഒരു രീതിയാണ് അവൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ സിദ്ധു നല്ല ഉറക്കമാണ്. ഞാനും പൊന്നൂസും കൂടെ ഇങ്ങനെ പുറത്തിരുന്ന് സിപ്പപ്പ് കുടിക്കുകയാണ്. സിപ്പപ്പ് വേണ്ടെന്ന് വിചാരിച്ചതാണ്, പിന്നെ അങ്ങ് കുടിച്ച്. അവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, മഴയായാലും ഭയങ്കര ചൂടാണ് അവിടെ. തണുത്തതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് അവിടെ. ചൂടായതുകൊണ്ട് തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഇതായിരിക്കും. അങ്ങനെ സിപ്പപ്പൊക്കെ കുടിച്ചു. എന്നിട്ട് ചേട്ടൻ വരാമെന്ന് പറഞ്ഞതാണ്, പിന്നെ വന്നില്ല. രാത്രി എന്തോ ഒരു ദിവസം വന്നിട്ടങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ നിന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും പൊന്നൂസും കൂടെ ഇങ്ങനെ പുറത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ പുറത്ത് വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കൊച്ചു വീഡിയോ ആണ്. അങ്ങനെ ഇത് ഫോണിലങ്ങനെ ഡ്രാഫ്റ്റിൽ കിടന്നത് കൊണ്ട് എടുത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ്. ഇഷ്ടപ്പെട്ട് കാണുമോയെന്ന് അറിഞ്ഞുകൂടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. തുടർന്ന് വീഡിയോസ് കാണുക, സബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോസിലായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ, സീ യു.